ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാലപ്പമാണ്. അപ്പമെന്നും പാലപ്പമെന്നും വെള്ളയപ്പമെന്നും ഒക്കെ പറയാറുണ്ട്. അകമൊക്കെ നല്ല സോഫ്റ്റും ചുറ്റിനും നല്ല മുരിഞ്ഞതുമായിട്ടുള്ള അപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ അപ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തിലെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ കപ്പ് കാച്ചുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാതെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഉഴുന്ന് നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. 2 ടേബിൾ സ്പൂൺ ഉഴുന്നിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇത് രണ്ടും കൂടി ഒരു 3-4 വെള്ളത്തില് വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പൊ ഞാനിതൊരു 3-4 വെള്ളത്തില് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരണം. ആ രീതിയിൽ നമ്മൾ കഴുകിയെടുക്കണം. ഇനി ഇതൊരു 4-5 മണിക്കൂർ നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഇപ്പൊ നമ്മുടെ അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വെള്ളമൊക്കെ ഒന്ന് താന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഊറ്റിക്കളയണം. ഒട്ടും വെള്ളം ഇതിനകത്ത് കാണരുത്. കാരണം നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചല്ല നമ്മൾ ഇത് അരയ്ക്കുന്നത്. അതുകൊണ്ട് വെള്ളം ഒട്ടും കാണരുത്. നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരയ്ക്കാൻ ആവശ്യമായതെല്ലാം നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ള ചോറ് എടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ അപ്പത്തിന് നല്ലൊരു കളറ് കിട്ടത്തില്ല. അപ്പൊ ഈ ചോറും തേങ്ങയും അരിയും ഉഴുന്നും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാവുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ തേങ്ങ അരയ്ക്കാത്ത അപ്പവും തേങ്ങാപ്പാൽ ചേർക്കാത്ത സ്റ്റൂവും എന്നുള്ളൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന തേങ്ങാവെള്ളമാണ്. ഇതൊരു 2 തേങ്ങയുടെ വെള്ളമുണ്ട്. അതൊന്ന് പൊട്ടിച്ച് ഒന്ന് അരിച്ചെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 7-8 മണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചേക്കണം. അപ്പൊ ഇത് നന്നായിട്ട് പുളിച്ച് കിട്ടും. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം 1-1.5 ആഴ്ചയോളം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഈ അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഒഴിച്ചാണ് ഞാൻ നമ്മുടെ അരി അരച്ചെടുക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോഴേ ഈസ്റ്റോ സോഡാപ്പൊടിയോ അതേപോലെ തന്നെ കപ്പ് കാച്ചിയോ ഒന്നും വേണ്ട. നല്ല കറക്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി അരിയും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മുടെ അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങാവെള്ളം കൂടാതെ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്താണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര നമുക്ക് നേരത്തെ അരി അരച്ചപ്പോൾ ചേർത്ത് കൊടുക്കാമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അല്ലാതെ ഈ മാവില് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന്റെ ചുറ്റിനും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം. ഞാനിത് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിന് ആവശ്യമായിട്ട് നമുക്ക് കടലക്കറിയും കൂടി തയ്യാറാക്കണം. അപ്പൊ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണിത്. ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 പിഞ്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ കടലയ്ക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാന്. കണ്ടേ, ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുത്തിട്ട് ഒരു 7-8 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിന്റെ വേവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ കുക്കറിന്റെ അനുസരിച്ചിരിക്കും. അപ്പൊ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ദാണ്ട ഒരു 7-8 വിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോഴേ ഈ കടല കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. അന്നേരം നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് കടല എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കണം. അപ്പൊ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മളെ കറിക്ക്. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാന് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ഒരു 1/4 സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പൊ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുവരെ നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. അപ്പൊ ഈ ഗ്രേവി നമുക്ക് ഇനി ഈ കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കടലയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കണം. ഞാൻ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും നല്ല ആ കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആറി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും നമ്മുടെ കറി. അപ്പൊ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പത്തിനുള്ള മാവ് എന്തായെന്ന് നോക്കാം. ആഹാ, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തിലെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ കപ്പ് കാച്ചുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ഉപയോഗിക്കാത്തവർക്ക് ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓവർ മിക്സിംഗ് പാടില്ല, ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നമ്മളിട്ട് മിക്സ് ചെയ്യുമ്പോഴേ ഇതിന്റെ ആ പത അങ്ങ് പോകും. പിന്നെ നമ്മുടെ അപ്പം ശരിയായിട്ട് കിട്ടത്തില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് ബബിൾസ് കിട്ടത്തില്ല അപ്പത്തില്. ഈ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ അങ്ങ് പിടിച്ചിരിക്കും. ഇത് ചുറ്റിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതാ കണ്ടോ, നന്നായിട്ട് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇതേപോലെ കുറച്ച് ബബിൾസ് വന്നതിന് ശേഷം നമുക്കിത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും മാറി മാറി ഇടാവുന്നതാണ്. അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും തുറന്നു നോക്കാം. ഇതാ കണ്ടോ, നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് അതിന്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് അപ്പമായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടി ഒന്ന് പെട്ടെന്നൊന്ന് ചുട്ടെടുത്ത് വരാം.
അപ്പൊ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്, കടലക്കറിയും എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ അപ്പം. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.